തന്താനേ താനേ തകതന്താനം താനേ തന്താനേ താനേ തകതന്താനം താനേ തന്താനേ താനേ തകതന്താനം താനേ തന്താനേ താനേ തകതന്താനം താനേ മദ്യം നശിക്കട്ടെ ഭൂപതിലെങ്ങും മദ്യം നശിക്കട്ടെ ഭൂപതിലെങ്ങും മദ്യനു വേണ്ട ഈ മദ്യമിതൊന്നും മദ്യം നശിക്കട്ടെ ഭൂപതിലെങ്ങും മദ്യം നശിക്കട്ടെ ഭൂപതിലെങ്ങും മദ്യം നശിക്കട്ടെ ഭൂപതിലെങ്ങും മദ്യനു വേണ്ട ഈ മദ്യമിതൊന്നും മദ്യം നശിക്കട്ടെ ഭൂപതിലെങ്ങും തന്താനേ താനേ തകതന്താനം താനേ തന്താനേ താനേ തകതന്താനം താനേ തന്താനേ താനേ തകതന്താനം താനേ തന്താനേ താനേ തകതന്താനം താനേ ചേരുക നിങ്ങളീ മണ്ണിന്റെ മക്കളെ ചേരുക നിങ്ങളീ മണ്ണിന്റെ മക്കളെ ചേരുക നിങ്ങളീ പടയണിയിൽ ചേരുക നിങ്ങളീ മണ്ണിന്റെ മക്കളെ ചേരുക നിങ്ങളീ മണ്ണിന്റെ മക്കളെ ചേരുക നിങ്ങളീ മണ്ണിന്റെ മക്കളെ ചേരുക നിങ്ങളീ പടയണിയിൽ ചേരുക നിങ്ങളീ മണ്ണിന്റെ മക്കൾ തന്താനേ താനേ തകതന്താനം താനേ തന്താനേ താനേ തകതന്താനം താനേ തന്താനേ താനേ തകതന്താനം താനേ തന്താനേ താനേ തകതന്താനം താനേ. മാന്യമഹാജനങ്ങളെ, മദ്യപാനം സമൂഹത്തിൽ ഇരുൾപ്പെടുത്തും. മദ്യപാനം വ്യക്തിബന്ധങ്ങളും കുടുംബബന്ധങ്ങളും ശിഥിലമാക്കും. മദ്യപാനം വ്യക്തിബന്ധത്തിൽ ഇരുൾപ്പെടുത്തും. അവന്റെയൊക്കെ ഒരു പഴയ സൂര്യ പോന്ന് നിന്റെയൊക്കെ തലയ്ക്ക് വീഴു. എന്നിട്ടും നിനക്കൊക്കെ ഇവിടെ ഇല്ല. നീയൊക്കെ എന്നെ കണ്ടു. എനിക്കെല്ലാം വെളിച്ചതാ. ഇവരുള്ളപ്പോ ഞാനെല്ലാം കാണുന്നു, ഞാനെല്ലാം അറിയുന്നു. തൊട്ടവാനുണ്ണി മറ്റല്ലോ സുഖപ്രദം. ഇല്ല, നിന്റെ ജീവിതം ഇരുൾ മൂടിയതാണ്. ലഹരി കൊണ്ട് അന്തർവാച്ച നിന്റെ കണ്ണുകൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. നിനക്കൊന്നും അറിയാൻ കഴിയില്ല. നീരുളാണ്, നീരുളാണ്, നീരുളാണ്. ഈരടിയോ ഞാനോ ഒന്ന് പോവാ. എടാ ചുണ്ടിലും തീ വായത്തിലും തീ. ഞാൻ ഫുൾ ടൈം ബ്രൈറ്റ് ലൈറ്റ് ആണോ? അല്ല, ഇരുളാണ്. നിന്റെ ചുണ്ടിലെ കളിയും നിന്റെ ഉള്ളിലെ ലഹരിക്കും നിന്നെ ഇരുൾ മാറ്റാൻ കഴിയില്ല സോദര, കഴിയില്ല. നീ ഇരുളിലാണ്. ലഹരി കൊണ്ട് ഏഴും കൂടിയ നിന്റെ കുടുംബത്തിന് നാശം കാണാൻ കഴിയില്ല നിനക്ക്. സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ നിന്റെ ജീവിതത്തിന്റെ ഇരുൾ കാണാൻ കഴിയില്ല നിനക്ക്. നിന്നെ സ്നേഹിച്ചവർക്കെന്നും വേദന മാത്രം നൽകിയ നീ ഇരുളിലാണ്. അതെ, നീ ഇരുളിലാണ്. ലഹരിയുടെ നേർച്ചുകൾ കേട്ട കാണാ കയങ്ങളിലാണ് നീ. ഉണരും, ഉണരും, വേഗം നീ ഉണരും. മരണമടക്കുന്ന ലഹരിയുടെ കടലയത്തിൽ നിന്ന് മോചിതനാകൂ. ഇല്ല, എനിക്കാവില്ല. പരിഹാരമില്ലാത്ത പകലിന്റെ തിരിച്ചറിവുകളിലേക്ക് എന്റെ ലഹരിയായിട്ട് എനിക്കുള്ളവരാവില്ല. എങ്കിൽ പറയൂ, ആരാണ്, എന്താണ് തിരിച്ചറിവിന്റെ ലോകത്തിലേക്ക് മടങ്ങി വരാത്ത വിധത്തിൽ നിന്നെ കീഴ്പ്പെടുത്തിയത്? ആരാണ്, എന്താണ്, പറയൂ. ഞാൻ പറയാം. ആരും കേൾക്കാനില്ലാത്ത, ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഈ എന്റെ നാശത്തിന്റെ കഥ ഞാൻ പറയാം. ഞങ്ങളുണ്ട്. ഈ ജനത്തോടൊപ്പം നിന്റെ കഥ കേൾക്കാൻ ഞങ്ങളുണ്ട്. വെറുമൊരു കഥയല്ല എന്റെ ജീവിതം. ഒരു നാൾ ഞാനും നിങ്ങളെ പോലെ ആയിരുന്നു. ഈ ഒഴിവക്കിലെവിടെയോ സ്നേഹം കൊണ്ട് ചൂരൽ തീർത്ത ഒരു കൊച്ചു ഭവനം എനിക്കുണ്ടായിരുന്നു. അവിടെ എന്നെ സ്നേഹിച്ച, എനിക്ക് വേണ്ടി പാടത്തും പറമ്പത്തും കഷ്ടപ്പെട്ട് പണിയെടുത്ത് എന്റെ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ മറന്ന് എന്നെ സ്നേഹിച്ച എന്റെ മാതാപിതാക്കൾ എന്റെ ജീവിതം
എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു അവരിൽ നമുക്ക്, എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു അവരിൽ നമുക്ക്. എല്ലാം തകർത്തിയാണ്, എല്ലാം തകർത്തി. അവൻ നമ്മുടെ മകനല്ലേ, നമുക്കൊന്ന് അവനെ അന്വേഷിക്കണ്ടേ? പുസ്തകങ്ങളുടെ ഏകാപ്പുറങ്ങൾക്കപ്പുറം ഹോസ്റ്റലിന്റെ മതിൽക്കെട്ടുകളും തകർത്തുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വന്ന ഇവന്റെ വരവിനെ നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? വേണം വേണം. എന്നാൽ ആഘോഷം ഇവനിൽ നിന്ന് തന്നെ തുടങ്ങാം. നീ എന്താ മാറി നിൽക്കുന്നത്? നീയും കുടിക്കും. അതാ ഞാൻ കുടിക്കുന്നില്ല. വീട്ടിലറിഞ്ഞ ഭയങ്കര വിഷയമാണ്. ഞാൻ കുടിക്കുന്നില്ല. അത് പറ്റില്ല. അല്ലയാ എങ്ങനെയെങ്കിലും കുടിക്കും. കുടിക്കും. ആദ്യത്തെ ഒരു കുഴപ്പമില്ല. നീ കുടിക്കണം. എനിക്ക് വേണം. ഇല്ല, കുടിക്കും കുടിക്കും. അല്ല അല്ലയാ നമുക്കൊരു പാട്ട് പാടിയാലോ? ഈ സന്തോഷങ്ങളാ നമുക്കൊരു ആനന്ദങ്ങളാക്കാം. തനതിന്ന 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 താനതിന്ന താനാതിന്ന തെന്തിന്നു തനതിന്ന താനാതിന്ന താനാതിന്ന തെന്തിന്നു തനതിന്ന താനാതിന്ന താനാതിന്ന തെന്തിന്നു തനതിന്ന താനാതിന്ന താനാതിന്ന തെന്തിന്നു. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് ആരാ? നിനക്ക് ഞങ്ങൾ മനസ്സിലായില്ല. ഇത് നിന്റെ അമ്മയാണോ? ഞാൻ നിന്റെ അപ്പനാണ്. ഒരപ്പഴം കൊണ്ടേക്കുന്നു. ഇരിക്കാനും കാണണ്ട, ഇരിക്കാനും വേണ്ട. ദൂരെ പോ. ഒരപ്പഴം വന്നേക്കുന്നു. ഇരിക്കാനും കാണണം, ഇരിക്കാനും വേണ്ട. എന്റെ ബുദ്ധിയും അവനുള്ളപ്പോ എനിക്ക് വേറെ ആരും വേണ്ട. എനിക്ക് എന്റെ മദ്യം മാത്രം മതി. അവളാണ് എനിക്കെല്ലാം. വേറെ ആരും എനിക്ക് വേണ്ട. പോ, പോരെ, പോ. നീ എന്റെയോ? നീ എന്റെ മാത്രമോ? നീ എന്റെ സ്വന്തമാണ്. അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി. പ്രതീക്ഷയുടെ തിരികളെല്ലാം അണഞ്ഞ മാത്യൂസിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കൂടി കടന്നു വന്നു. എന്നിട്ട് അവർ പുതിയൊരു കുടുംബജീവിതത്തിന് തുടക്കമിട്ടു. പുതുമോടിയിൽ അടിയൽപ്പം കുറഞ്ഞു. പുതുമോടി കഴിയും മുമ്പേ വല്ലപ്പോഴും അടിയും തുടങ്ങി. അങ്ങനെ വല്ലപ്പോഴും പലപ്പോഴുമായി മദ്യത്തിന്റെ അളവ് കൂടിക്കൂടി വന്നു. കാണാം, നമുക്കിനി കാണാം. എന്റെ മനുഷ്യ, നിങ്ങളെ കുറിച്ച് നശിച്ചത് പോകാനിരിക്കാനോ ഈ കുടുംബം കൂടെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന? അല്ല എന്തോന്ന്? അപ്പം നീ പറയുന്നത് ഞാനാണെല്ലാം മുടിച്ച, ഞാൻ മാത്രം പ്രശ്നക്കാർ, നീ വലിയ നിന്നെ ഒരു രൂപം കൂടെ ഉണ്ടാക്കി ആദ്യം ഞാൻ വീട്ടിയോടി. വിജയ, നാട്ടിലാരൊക്കെ കേൾക്കും. അകത്തേക്ക് കയറുക. നാട്ടുകാരെ കേൾക്കണ്ടേ നിന്റെ പുണ്യ ചരിത്രങ്ങളൊക്കെ? അവരും കൂടെ അറിയുന്നതൊക്കെ നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ ആരാന്ന് ചാവട്ടി കൊണ്ടുവന്ന എന്റെ ജീവിതം നശിപ്പിച്ച ഇയാളുടെ ജീവിതം എനിക്കിനി വേണ്ട. ഞാൻ പോവുകയാണ്. നീയോടൊപ്പം നിന്റെ ആരാ ഇരിക്കുന്നോ? വീട്ടുകാർ
നിങ്ങൾ പോകണമെന്നാ പറഞ്ഞു. അതിനിപ്പോൾ നീയും ഞാനുമെന്ന് ഒന്നിപ്പോഴില്ല. ഇവിടെ നീയില്ല, നിന്നിൽ മുഴുവനും ഞാനാണ്. നിന്റെ മനസ്സിലും ശരീരത്തിലും ചിന്തയിലും ഉറക്കത്തിലുമെല്ലാം ഞാൻ മാത്രം. ഞാനില്ലാതെ നീയില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ എങ്ങനെ എന്റെ ഉള്ളിലേക്ക് വന്നേ? ഞാനെങ്ങനെ വന്നോ? ഞാൻ വന്നതല്ല, നീ എന്നെ കൊണ്ടുവന്നതാണ്. നിന്റെ ചങ്ങാതിമാർ ആദ്യം എന്നെ നിനക്ക് പരിചയപ്പെടുത്തിയപ്പോഴേ നീ എന്നെ സ്വീകരിച്ചു. ആദ്യം പരീക്ഷിച്ച നിനക്ക് ഞാൻ രസം തന്നു, ലഹരി തന്നു. പയ്യെ പയ്യെ ഞാൻ നിന്നിലെ രസമായി മാറി. പിന്നെ ഞാൻ നിന്റെ സ്വഭാവമായി, തടക്കമായി. അങ്ങനെ ഞാൻ ഇല്ലാതെ നിനക്കാവില്ലെന്നായി. അല്ല, ഞാൻ നിന്നെ അങ്ങനെ ആക്കിയെടുത്തു. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം നീ എന്നെ പരിഹാരക്കാരനാക്കി. നീ അറിയാതെ തന്നെ ഞാൻ നിന്റെ പ്രശ്നങ്ങളെ കൂടുതൽ രൂക്ഷമാക്കി. അങ്ങനെ നീ എന്റെ നിയന്ത്രണത്തിലായി, നീ എന്റെ ഭക്ഷണമായി. എന്നെ നീ ഇല്ലാതെയാകും. ഇല്ല, എന്നെ വിട്ട് പോകും. എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിക്കണം. നിനക്ക് ജീവിക്കണമെന്നോ? അതിനിപ്പോൾ എനിക്ക് മാത്രമല്ല, എന്റെ കൂട്ടുകാരികൾക്കും നീ ഒരു ഭക്ഷണമാണ്. കൂട്ടാളികളോ? അതെ, കണ്ടുവന്ന് നോക്കൂ. ആരാ നിങ്ങളൊക്കെ? ആരാ? ഞങ്ങൾ നിന്റെ മദ്യത്തിന്റെ കൂട്ടാളികൾ, നിന്റെ പുകാരിയുടെ കൂട്ടുകാർ, നിന്റെ ചങ്ങാതിമാർ. നീ വിളിച്ചു വരിക, നിന്റെ നാശം. ഇല്ല, എനിക്ക് പോണം. മോനെ, എനിക്ക് വഴി തരും. എനിക്ക് പോണം. ഇല്ല, സാധ്യമല്ല. ഞാൻ കലഹം, നീ എന്റെ അടിമയാണ്. നിന്റെ വീട്ടിൽ ഞാൻ വഴക്കുണ്ടാക്കും. നിന്റെ ഭവനത്തെ നശിപ്പിച്ച് നാട്ടുകാരെ കൊണ്ട് ഞാൻ നിന്നെ തല്ലിക്കും. നിന്നെ ഞാൻ മാറാതെ പിന്തുടരും. ഇല്ല, എനിക്ക് പോണം. എനിക്ക് പോണം. എനിക്ക് വഴി തരും.
സംസ്കാരത്തെ, നിന്റെ ഉള്ളതിനെല്ലാം ഞാൻ നശിപ്പിക്കും. നിന്റെ കുടുംബത്തിൽ ഞാൻ പട്ടിണി വിതറും. നീയെങ്കിലും എനിക്കൊരു വഴി തരും. ഞാനുള്ളപ്പോൾ നിനക്ക് രക്ഷപ്പെടാനാകില്ല. ഞാൻ രോഗം, നീ മദ്യപാന രോഗി. ഞാൻ നിന്റെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിന്റെ കരളിലും നിന്റെ ഹൃദയത്തിലും ഞാൻ പ്രവർത്തിക്കും. നിന്റെ തലച്ചോറ് ഞാൻ നിർജീവമാക്കും. ക്യാൻസർ എന്ന മാറാരോഗത്താൽ ഞാൻ നിന്നെ അവശനാക്കും. ഉദരരോഗം കൊണ്ട് ഞാൻ നിന്നെ കൊല്ലും. നീയെങ്കിലും എനിക്കൊരു വഴി തരും. ഞാനോ? ഞാൻ മരണം. നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഈ നിൽക്കുന്നവരല്ല എന്റെ സഹോദരങ്ങളാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും. നീ ഇഞ്ചിഞ്ചായി മരിക്കും. സുഖകരമായൊരു മരണം നിനക്കുണ്ടാവില്ല. വെറുമൊരു തെരുവ് നായയെ പോലെ ഈ നാട്ടുകാർ നിന്നെ കുഴിച്ചിടും. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് നീയാണ്. നീ ഒരു മദ്യപാന രോഗിയാണ്. പോകൂ, ദൂരെ പോകൂ. മദ്യപാനം രോഗമോ? അതെ, മദ്യപാനം ഒരു രോഗമാണ്. നിന്റെ മനസ്സിനെ, നിന്റെ ശരീരത്തെ, നിന്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് നിനക്ക് രക്ഷയുണ്ട്. രക്ഷയിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. എങ്കിലും ഉപേക്ഷിക്കരുതല്ലേ? അരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ നിനക്ക് രസം തരാം, ലഹരി തരാം, ലഹരിയിൽ ഒഴുകി നടക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാം. നീ പറയുന്നു ഞാൻ മാറി നിന്നോ? എന്നെ ഉപേക്ഷിക്കരുത് സോദര, എന്നെ ഉപേക്ഷിക്കരുത്. കണ്ടു, ഇവൻ ചതിയന. ഇവൻ നിന്റെ ഉൾക്കണ്ണുകളെ അന്ധമാക്കി. അതാ നോക്കൂ, നിന്റെ വീട്. അതിന്റെ ഓടുകൾ പലതും പൊട്ടി പൊളിഞ്ഞിരിക്കുന്നു. അതിന്റെ കട്ടകൾ പലതും മറന്നു വീണിരിക്കുന്നു. അതിന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. നിന്റെ ഭാര്യ, നിന്റെ കുഞ്ഞുങ്ങളുടെ അമ്മ. അവർ പലപ്പോഴും ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിനൊന്നും കഴിയുന്നില്ല. നിന്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പിനെ ഓർത്ത് ജീവിതത്തിൽ പലതും നീ അവർക്ക് നിഷേധിച്ചു. സ്നേഹം നൽകേണ്ട അപ്പൻ, മാതൃകയാവേണ്ട അപ്പൻ ഇന്ന് ആ കുടുംബത്തിന്റെ പേര് സ്വപ്നമാണ്. ഇനിയെങ്കിലും നിനക്ക് രക്ഷ വേണ്ടി. ആരെ രക്ഷിക്കണ്ടേ? എങ്കിലും ഉപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാം. ഞാൻ ഉപേക്ഷിക്കാം. എനിക്കാവില്ല. എന്താ ഇതെന്നോട് നേരത്തെ നീ പറയാഞ്ഞേ? സഹോദര, ഞാൻ പലപ്പോഴും പലരിലൂടെ നിന്നെ സമീപിച്ചിരുന്നു. നീ ആദ്യമായി പരീക്ഷിച്ചപ്പോൾ, നിന്റെ ആനന്ദവേളയിൽ നിത്യ ഉപയോഗമായി മാറിയപ്പോൾ, അപ്പോഴെല്ലാം നീ നിന്നെ തന്നെ ന്യായീകരിച്ചു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താമെന്ന് നീ വാദിച്ചു. ശ്വാശ്വതമല്ലാത്ത നേട്ടങ്ങളുടെ മറപിടിച്ച് നിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുമെന്ന് നീ ന്യായീകരിച്ചു. പക്ഷേ നീ അതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നിന്റെ ഭാര്യ ആദ്യം നിന്നോട് കരഞ്ഞു പറഞ്ഞു, പിന്നെ സ്നേഹത്തോടെ പറഞ്ഞു, വഴക്കുണ്ടാക്കി, ദേഷ്യപ്പെട്ടു. അപ്പോഴെല്ലാം നീ നിന്നെ തന്നെ ന്യായീകരിച്ചു. ഇനിയെങ്കിലും നിനക്ക് രക്ഷ വേണ്ടി. അവരെ രക്ഷിക്കണ്ടേ? എങ്കിൽ നീയെങ്കിലും ഉപേക്ഷിക്കുമോ? രക്ഷയിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉപേക്ഷിക്കാം.
മനസ്സിലാക്കുന്നു. ഞാൻ നിന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു. നിനക്കിപ്പോൾ ആവശ്യം ഒരു ലഹരിയുമാതിന്റെ ചികിത്സാ കേന്ദ്രവും ഈശ്വര കൃപയുമാണ്. വരൂ, രക്ഷയിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം.